ഇമേജ് വളരെ എൻ്റെയും പെരയുടെ ഇമേജ് വളരെ മോശമാണ്. 30 വയസ്സിനപ്പുറത്താണ് ഡിവോഴ്സ് കേസൊക്കെയാണ്. അതെനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ആർക്കും നമ്മളെ വേണ്ട. പെരേര തമിഴ്നാട്ടിൽ കല്യാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നെ വിളിച്ചതാണ്. ബിസിനസ് ബസ്സിൽ കല്യാണം ഉണ്ടായിരുന്നു. അതും പോകാൻ പറ്റില്ല, ഇതിനും പോയി. നല്ലൊരു ഇതായിരുന്നു. ശ്രീകണ്ഠൻ പുള്ളിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആറാട്ടൻ പറഞ്ഞ നിഷ്കളങ്കനായ മനസ്സിലാൻ പറഞ്ഞു. പുള്ളിക്ക് നല്ല രീതിയിലാണ് പറഞ്ഞു. ഞാൻ അവിടെ ഇപ്പോൾ യൂസ് പണ്ടത്തെ ഈ ക്രിസ്റ്റൽ പറയുന്ന കാര്യം പണ്ടാണ്, ഇപ്പോൾ ഞാൻ പറയാത്തതാണ്. അതൊക്കെയാണ് ടോപ്പിക്കായിട്ട് വന്ന. പിന്നെ സന്തോഷ് പണ്ഡിറ്റ്, പിന്നെ ഒരുപാട് പേരുണ്ട്. PR മഞ്ജു ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ സീക്രട്ടേറിയറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പറയണ്ട. ആരെ പറഞ്ഞ അവസാനം ശ്രീകണ്ഠനായ ഷോ ആറാട്ടൻ ഷോ ആയിട്ട് മാറിയെന്ന്. ഞാൻ ഈ പ്രോഗ്രാം കണ്ടിട്ടില്ല. നമ്മൾ തമ്മിൽ പണ്ട് കണ്ടിട്ടുണ്ട്. ഈ തമ്മിൽ കണ്ടിട്ടില്ല, പുതിയ കണ്ടിട്ടില്ല. എന്നെ വിളിച്ചപ്പോൾ തലേദിവസം വിളിച്ചത്. അവർ വിളിച്ചിട്ടാണ് ഞാൻ പോയി പറഞ്ഞത്. സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല ഡിസ്കഷനായിരുന്നു. പക്ഷെ അവർ നമ്മൾ പറയുന്ന പോയിൻറ്റ്സിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക എൻ്റർടൈൻമെൻറ്റാണ്. എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എൻ്റെ നല്ല അനുഭവമായിരുന്നു. നല്ല സ്പേസിൽ തന്നു, സംസാരിക്കാൻ പറ്റി, പറയാൻ ആഗ്രഹിച്ച് പല കാര്യം പറയാൻ പറ്റി. ശ്രീകണ്ഠനായർ എന്നെ വെള്ളം കുടിപ്പിച്ചതാണ്. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും തമ്മിൽ ഹെൽത്തി ആയിട്ട് ടോക്കായിരുന്നു. ജാങ്കോ സ്പീക്കർ ശ്രീനാഥ് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടുള്ളതായിരുന്നു. ഞാൻ ഒരു കോമാത്ത് ഇതുവരെ മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. എന്നോട് പല ആൾക്കാരും പറയും നിങ്ങൾ നാളെ എൻ്റർടൈൻ ചെയ്യേണ്ട. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. ഞാൻ സീരിയസായി പറഞ്ഞ പല കാര്യം ആൾക്കാർക്ക് തമാശ തോന്നിയെന്ന് അറിയില്ല. പല പെൺകുട്ടികളെ കളിയാക്കുന്ന എൻ്റെ മുഖം ബോഡി ഷേമിംഗ് ആണ്. മുഖം, ഫേഷ്യൽ എക്സ്പ്രഷൻ ഇതൊക്കെ വെച്ചാണ്. അല്ലാതെ ഞാൻ പെരേരയാണ് കോമാലത്തെ മനഃപൂർവ്വം കാണിക്കുന്നത്. ഞാൻ മനഃപൂർവ്വം ഇതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഇമേജാണ് വന്നിരിക്കുന്നത്. അങ്ങനത്തെ ആ ഒരു ഇമേജ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ന്യൂസിലേക്ക് ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ വിളിക്കുന്നത്. കുറച്ചുകൂടെ അണ്ണൻ ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അത്തരം കാര്യങ്ങളിലേക്കൊന്നും വിളിക്കാണ്ട് ഇങ്ങനത്തെ ചർച്ചകളിലേക്കൊക്കെ. ഇങ്ങനത്തെ ചർച്ചയാണ് മോശമായ ചർച്ചയാണ്. നല്ല ചർച്ചയായിരുന്നു. സോഷ്യൽ മീഡിയയെ കുറിച്ച് നല്ല ചർച്ചയായിരുന്നു. ഇങ്ങനെ പലതും നടന്നിട്ടുണ്ട്. ഇവിടെ സഫാരി TV ഒരു സയൻസ് പ്രോഗ്രാം ഞാൻ ഇവിടെ ഒരു ഷോർട്ട് ഫിലിം പ്രസൻറ്റേഷനിൽ വന്നതാണ്. ഞാൻ എല്ലാ ഫെയിം എൻജോയ് ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ വിഷമങ്ങളും ഉണ്ട്. സന്തോഷ് പണ്ഡിറ്റൊക്കെ പറയുകയുണ്ടായില്ലേ, ഈ ഫോണിലിരുന്ന ഇതിരുന്ന് കുത്തിപ്പിടിച്ചുണ്ടാക്കുന്നതല്ല പുള്ളിയുടെ റേറ്റ്. എന്ത് പറയട്ടെ, സന്തോഷ് പണ്ഡിറ്റ് കോമാളിത്തരം കാണിച്ചാണ് വന്നത്. ഞാൻ അവിടെ പറഞ്ഞ കാര്യം 3 കാര്യമാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. കോമാളിത്തരം, അപരാധം, പിന്നെ അടൽത്തരം. കാര്യമെല്ലാം ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഞാൻ പറഞ്ഞു. നല്ല കണ്ടൻസ് ഇട്ടാലും പോകും. ഞാൻ അടുത്ത കാലത്താണ് മനസ്സിലായത്, യുക്തിപൂർവ്വം നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലാത്തപ്പോൾ ഞാൻ സൈബർ ബുള്ളിങ് വരുന്നത്. എനിക്കിപ്പോൾ അടുത്ത കാലത്തിൽ പല പോസ്റ്റിനും ഫേസ്ബുക്കിൽ പല പോസ്റ്റിനും പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നെഗറ്റീവ് വേണമെന്നൊന്നുമില്ല. നെഗറ്റീവ് വരുമ്പോൾ റീച്ച് കിട്ടും, പക്ഷെ മുഴുവൻ തെരുവിളിയായിരിക്കും. പെരേരയിൽ കിട്ടുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് പല പോസ്റ്റിനും നല്ല റീച്ചും കിട്ടി, പോസിറ്റീവ് കമൻസും കിട്ടി. അത് നമ്മൾ എനിക്ക് തോന്നുന്നു മലയാളികൾ വളരെ യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇമോഷണൽ ആവാതെ വളരെ യുക്തിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മളുടെ കുഴപ്പം, പ്രേക്ഷകരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഇപ്പോൾ പഴയ പോലെ അപ്പോൾ അതിനുശേഷം ആ ഒരു കേസിന് ശേഷം നടിമാരെ കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞു. ഞാൻ അന്നും അങ്ങനെ അതിലൊരു കള്ളക്കേസായിരുന്നു. എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. ഒരു പടത്തിൻ്റെ റിവ്യൂ കൊടുക്കാൻ വേണ്ടി ട്രാപ്പ് ചെയ്തതാണ്. നമ്മളങ്ങനെ ഇതിനെക്കാളും എത്രയോ വൃത്തിയുടെ സിനിമയിൽ നടന്നിട്ടുണ്ട്, എത്രയോ വലിയ കോമാത്ത സിനിമയിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിന് പല സിനിമക്കാരെക്കാളും പോപ്പുലാരിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു കോംപ്ലക്സ് അവർക്കുണ്ട്. അതിൻ്റേതായ പ്രശ്നമാണല്ലോ. അത് നമ്മൾ ഇപ്പം ട്രാൻസ്ജെൻഡർ കേസ് എൻ്റെ പേരിൽ വന്നു, ആളെ കണ്ടുകൊള്ളുമില്ല. ഇതെല്ലാം എൻ്റെ ഇതിലുള്ള ഒരു കേസും ജെനുവൻ കേസല്ല. ഈ ജയിലിൽ പോയ കേസാണെങ്കിൽ ആ കേസ് കോടതി നിൽക്കില്ല. ഇതെല്ലാം ഒരു ഒതുക്കലിൻ്റെ പരിപാടിയാണ്. എന്ത് ക്രഷ് ഉണ്ടായിട്ട് എന്തായി? നമുക്ക് 40 വയസ്സ്, ഈ ജൂലൈ 4 40 വയസ്സ്. ഇനി എന്ത് ക്രഷ് ഉണ്ടായിട്ട് എന്തായി? നമ്മൾ 30 വയസ്സിന് താഴെ പെണ്ണുങ്ങൾക്കെല്ലാം നമ്മുടെ സുഗർ ഡാഡിയാണ്. 30 വയസ്സിനപ്പുറത്താണ് ഡിവോഴ്സ് കേസൊക്കെയാണ്. അതെനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ആർക്കും നമ്മളെ വേണ്ട. ഈ ഇമേജ് വെച്ച് എങ്ങനെ കിട്ടാവുന്നതാണ്? മാട്രിമോണി ഇട്ടാലൊന്നും ആരും വരാൻ പോകുന്നില്ല. പെരേരന് രക്ഷമുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വയ്ക്കാൻ ചിലപ്പോൾ രക്ഷപ്പെടും. ഇമേജ് വളരെ എൻ്റെയും പെരേരയുടെ ഇമേജ് വളരെ മോശമാണ്. പെരേര തമിഴ്നാട്ടിൽ കല്യാണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പെരേരയ്ക്ക് ഇവിടെ പെണ്ണിട്ടില്ല. അത് വേറെ കാശ് കൊടുത്ത് കൊണ്ടുവരുന്നതാണ്. പലരും പുള്ളിയെ ചതിക്കുന്നുണ്ട്. പലരും പുള്ളി കാശ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് പുള്ളി ചതിക്കുകയും ചെയ്യണം. പുള്ളി എന്നെക്കാട്ടും വളരെ പ്രാക്ടിക്കലാണ്, ആൾ സ്മാർട്ടാണ്, ടിപ്പിക്കൽ 2K കിട്ടാണ്. പക്ഷെ വന്ന വഴി മറക്കുന്നു. ഇവിടെ കൊണ്ടുവരുന്ന പല ആൾക്കാരെ പുള്ളി മറക്കുകയാണ്. എന്തായാലും പുള്ളിക്ക് നല്ല റീച്ച് ഉണ്ട് ഇപ്പോൾ.